ഇന്ന് പറയുന്ന കേരളമല്ല, ഈ മലയോര ജനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് പറയുന്ന കേരളം ഉള്ളത്. നിങ്ങൾക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ള സംവിധാനം ഉള്ളത്. ഈ ഇക്കോ സിസ്റ്റം ഉണ്ടാക്കിയത് എന്താണ് മലയോര ജനങ്ങളാണ്. ആ സംവിധാനം പോലും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ കുറേ ആൾക്കാർ തിരുവനന്തപുരം സിറ്റിക്കകത്തും എറണാകുളം സിറ്റിക്കകത്തും കോഴിക്കോട് സിറ്റിക്കകത്തും കണ്ണൂർ സിറ്റിക്കകത്തും തൃശ്ശൂർ സിറ്റിക്കകത്ത് ജീവിച്ചിട്ട് മലയോര ജനങ്ങളെ കാണുമ്പോൾ ഒരു കൊഞ്ഞനം കുത്തരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വയനാട്, ഇടുക്കി, പത്തനംതിട്ട, അതുപോലെ തന്നെയുള്ള മുഴുവൻ മലയോര ജനങ്ങൾ താമസിക്കുന്നതിനാണ് ഈ പറയുന്ന വന്യജീവികളോട് മല്ലടിച്ചിട്ടാണ്. അവൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിങ്ങൾ ഒരു എഴുന്നള്ളപ്പിന് ഒരു ആന ഇടിഞ്ഞാലുള്ള വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അന്നേരം ഓടുന്നത് മുതലാളിമാരാണ്, അന്നേരം ഓടുന്നത് സിറ്റിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വിഷമം. പക്ഷേ അവൻ്റെ മുന്നിൽ ക്യാമറ ഉണ്ടാവും, അവൻ്റെ മുമ്പിൽ സംവിധാനം ഉണ്ടാവും, നിങ്ങൾക്ക് ആന ആക്രമിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന രാത്രി ഇറങ്ങി നടക്കുന്ന ജനങ്ങളെ മൃഗങ്ങൾ ഓടിക്കുന്ന സമയത്ത് അവരടുത്ത് ക്യാമറയില്ല. ഇവിടെ TV ചാനലുകൾ കാണിക്കാൻ കഴിയുന്നില്ല. വളരെ മോശമാണ്. അവരെ പുലി പിടിക്കാൻ വരുമ്പോൾ അവന് ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു പുലി പിടിക്കുന്ന വിഷ്വൽ, ഒരു മനുഷ്യനെ പുലി പിടിക്കുന്ന വിഷ്വൽ നിങ്ങളുടെ മുന്നിലൊന്ന് കിട്ടി നോക്കിക്കേ, അതിൻ്റെ ഇഫക്റ്റ് മനസ്സിലാവും. ഒരു മനുഷ്യനെ പുലി പിടിച്ചിട്ട് അതിൻ്റെ പാതി ഭാഗം തിന്നു എന്ന് പറയുമ്പോൾ എന്താ ഈ മന്ത്രിമാർക്കൊന്നും മനസ്സിലാകാത്തത്? ഏത് ശൈലിയിലാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്?